ഹായ് ഹലോ. ഡെയിലി ടാസ്കും മറ്റ് ഗോൾസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളൊക്കെ? അതല്ല എന്നെ പോലെ മറവിയുള്ളവരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ മെമ്മോ പാഡ്സ്. ഇത് നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആക്കുമെന്ന് മാത്രമല്ല ഒരു കംപ്ലീറ്റ് ഡേ പ്രൊഡക്റ്റീവ് ആക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെറും മെമ്മോ പാഡ്സ് അല്ല, നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് കേട്ടോ. പിച്ച് കളയാനുള്ള സാധനം നമ്മൾ ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ എഡിറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻവയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എലിമെൻറ്റ്സിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് സ്ക്വയർ ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യുക. സോ അവിടെ നമുക്ക് കേവ് വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത്, ഞാനിവിടെ എഡ്ജ് കേവ് വരുന്നതാണ് ചൂസ് ചെയ്യുന്നത്. അത് ഇതിന് മേലെ ഫിക്സ് ആവുന്ന രീതിയിൽ ഒരു ബോർഡർ പോലെ കൊടുക്കുക. ശേഷം ഗ്രീൻ കളർ ചേഞ്ച് ചെയ്തിട്ട് വൈറ്റ് കളർ കൊടുക്കുക. സോ ദാറ്റ് നമുക്കൊരു റെഡ് ബാക്ക്ഗ്രൗണ്ട്, അതായത് റെഡ് ബോർഡർ വരുന്ന ഒരു ഫ്രെയിം കിട്ടുന്നതായിരിക്കും. അഗെയിൻ എലമെൻറ്റ്സ് പോവുക, എന്നിട്ട് അവിടെ സ്മോൾ ഗ്രിഡ് സെർച്ച് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറേ ടൈപ്പ് ഓഫ് ഗ്രിഡ് കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക. ഞാനിവിടെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഗ്രിഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മേലെ ഫിക്സ് ആവുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം പിന്നെയും എഗെയിൻ നിങ്ങൾ എലമെൻറ്റ്സ് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെല്ലാം എലമെൻറ്റ്സ് ലൈക്ക് ബട്ടർഫ്ലൈസ് വേണമെങ്കിൽ ബട്ടർഫ്ലൈസ്, ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഫ്ലവേഴ്സ്, ടെഡി ബേഴ്സ്, ഫ്ലവേഴ്സ്, പിന്നെ ക്യൂട്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രം എടുക്കാം. അതെല്ലാം ബ്രൈറ്റ് കളേഴ്സ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് മാത്രം എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. എലമെൻറ്റ്സ് പോയാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല. എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം ഗ്രാഫിക്സ് ടൈപ്പ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഗാർഡൻ തീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ മാത്രം ചെയ്താലായിരിക്കും കുറച്ചും കൂടി ലുക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്യൂട്ട് സ്റ്റഫായിട്ടുള്ള ടെഡീസ്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ്, ഫ്ലവേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ 4 സൈഡ്സിലും ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അത് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു ഷീറ്റിൽ 16 പീസ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. A3 സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ട രീതിയിൽ പ്രിൻറ്റ് എടുക്കാവുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത ഫോർമാറ്റിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഇനി നമുക്ക് വേണ്ടത് ബേസ് ആണ്. ഞാനിവിടെ എടുക്കുന്നത്, ഞാൻ ഇതിന് മുമ്പ് ഒരു പ്ലാനർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്യാത്തതായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രയലായിരുന്നു. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ആ പീസ് തന്നെ റീയൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടു ഡു ലിസ്റ്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് എഴുതിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ടു ഡു ലിസ്റ്റ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ സ്റ്റിക്കർ ടൈപ്പായിട്ട് പ്രിൻ്റ് എടുക്കാം. പക്ഷേ ഞാനൊരു സ്റ്റിക്കർ ലുക്ക് കിട്ടുന്ന രീതിയിൽ എഴുതി കട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഒരു റെഡ് കാർഡ് സ്റ്റോക്കിൻ്റെ മേലെ ഫിക്സ് ചെയ്തിട്ട് റെഡ് ബോർഡർ കിട്ടുന്ന രീതിയിലായിട്ട് എഗെയിൻ ഞാനതിന് ഫിക്സ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിക്കർ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോർമലി പ്രിൻ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ പ്രിൻ്റ് എടുത്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. മേലെ സൈഡിൽ കോർണറിലല്ല മിഡിലായിട്ട് വരുന്ന രീതിയിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ മെമ്മോ പാഡ്സ് വന്നിട്ട് കവർ ചെയ്യുന്നത് ഈ സൈഡ്സിലായിട്ടായിരിക്കും. ഇനി മെമ്മോ പാഡ് എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ സൈഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ മെമ്മോ പാഡ്സ് 4 സൈഡ്സും ഈക്വൽ ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വൺസ് അത് കംപ്ലീറ്റ്ലി 4 സൈഡ്സ് ഈക്വൽ ആയി കണ്ടു കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള പേപ്പർ അല്ലെങ്കിൽ ഒരു ചെറിയ നോർമൽ കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും മറ്റുള്ള 2 സൈഡും 4 കോർണേഴ്സിൻ്റെ സൈഡ്സിലും ഈ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഇളകി പോവാത്ത രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. സോ വൺസ് നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ മേലത്തെ പാർട്ട് പ്രോപ്പറായിട്ട് ഗ്ലൂ ചെയ്യണം. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുക. ബട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലാണ്. സോ ദാറ്റ് കുറച്ചും കൂടി തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി തിക്കായി നിൽക്കാനും ചാൻസ് ഉണ്ട്. സോ ഇതിന് ഫസ്റ്റ് കോട്ട് കൊടുത്ത് പിന്നെ അവിടെ ഡ്രൈ ആക്കാൻ വെക്കുക. ശേഷം ഞാനിപ്പോൾ രാവിലെയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഒരു ഈവനിങ് ടൈമിൽ ഒരു കോട്ടും കൂടി അതിന് മേലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനെ ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നൈറ്റ് ഒരു കോട്ടും കൂടി ആഡ് ചെയ്യാം. സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മെമ്മോ പാഡ്സ് റെഡി ആയിട്ടുണ്ട്. പിറ്റേന്ന് മോർണിംഗ് ആണ് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചു തരുന്നത്. കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പേപ്പർ ക്ലിപ്സ് എല്ലാം അതിന് റിമൂവ് ചെയ്തെടുക്കാം. സോ ആസ് യു ക്യാൻ സീ നമ്മൾ മെമ്മോ പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ് യു വാണ്ട് നിങ്ങൾക്കത് സിംപ്ലി ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു മെമ്മോ പാഡ് ഒരു വോൾ ഡെക്കർ കൂടി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്ത പ്ലാനറിൻ്റെ മേലെ ഫിക്സ് ചെയ്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോർമലി ഒരു ചിപ്പ് എടുക്കുക, അതിൻ്റെ മേലെ ഒരു പേപ്പർ പാക്ക് റാപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ അത്രയുള്ള വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.